നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. തുലാം രാശിക്കാർക്ക് വീണ്ടും 9 ഗ്രഹങ്ങളുടെ ആനുകൂല്യം കിട്ടാൻ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂലൈ മാസം 17, 18, 19, 24, 27, 24, 25, 26, 27, 28 തീയതികളിൽ 9 ഗ്രഹങ്ങളും അനുകൂലം അസാമാന്യമായ അത്യധികം ഗുണാധിക്യമുള്ള ഘനഗംഭീര സൗഭാഗ്യ ദിനങ്ങൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സംഭവം എൻ്റെ ഒരു സുഹൃത്ത് തുലാം രാശിക്കാരനാണ്. പുള്ളി എടുത്ത ടിക്കറ്റാണിത്. ഇത് ക്യാമറയിൽ നമ്പരൊക്കെ തിരിഞ്ഞൊക്കെ കിടക്കുന്നത്. എന്തായാലും സംഭവം ഇത് ഇന്ന് നറുക്കെടുത്ത ഭാഗ്യതാര 13 ടിക്കറ്റാണ്. ഇതിൽ നമ്മുടെ സുഹൃത്തെടുത്ത നമ്പർ 41 69 42. ഓക്കെ. ഒന്നാം സമ്മാനം 1 കോടി അടിച്ചത് 46 94 12. അതായത് നമ്മുടെ സുഹൃത്തിൻ്റെ ടിക്കറ്റിൽ 1 രണ്ടാമത് വന്നേക്കുന്നു. അടിച്ച 1 കോടിയുടെ സമ്മാനം അടിച്ചേക്കുന്നത് അതിനകത്ത് 1 അഞ്ചാമത് വന്നേക്കുന്നു. ആ ഒരു വ്യത്യാസമില്ലാതെ വേറെ ഒരു വ്യത്യാസം ഇതിനകത്തില്ല. അതായത് 6 നമ്പറുകളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്പം ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു പോയി. ഓക്കെ. അപ്പോൾ ഇത് ഏതാണ്ട് 1 കോടി അടിക്കുന്നത് ഏതാണ്ട് തുല്യമാണ്. പക്ഷേ സംഭവം പുള്ളി വളരെ നിരാശരൊന്നുമല്ല. പുള്ളി അത് വളരെ അധികം സൗമ്യമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിന് വലിയ സങ്കടമോ ഇതൊന്നുമില്ല. എന്തായാലും സംഭവം ഇതാണ്. ഇത് കൂടാതെ ഞാനും തുലാം രാശിക്കാരനെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ എനിക്കും ഈ ദിവസങ്ങളിലൊക്കെ നിരവധി ഭാഗ്യാനുഭവങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലബ്ധിയും അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളുമൊക്കെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി, ഇന്നുൾപ്പെടെ. ഓക്കെ. ഞാൻ ബിസിനസ്സുകാരനാണ്. ജ്യോതിഷം നമ്മുടെ പ്രൊഫഷനൊന്നുമല്ല. പറയുന്നതൊക്കെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ പ്രൊഫഷണൽ ജ്യോത്സ്യനായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ജ്യോതിഷമായിട്ട് എൻ്റെ പിതാവിനും ജ്യോതിഷം അറിയാമായിരുന്നു. അദ്ദേഹം ജ്യോതിഷത്തിലൊക്കെ വിശ്വസിച്ചിരുന്നു. ദൈവവിശ്വാസി ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അദ്ദേഹം ജ്യോതിഷത്തിൽ വിശ്വസിച്ചിരുന്നു. എന്തായാലും സംഭവം ഈ പറഞ്ഞതൊക്കെ എനിക്ക് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, പലതരത്തിലുള്ള സമ്പത്ത്. ഈ പണം മാത്രമല്ലല്ലോ സമ്പത്തെന്ന് പറയുന്നത്. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെയധികം പുതുതായിട്ട്, അതായത് ഭാവിയിലെങ്കിലും വലിയ നേട്ടങ്ങളുണ്ടാകുന്ന പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. വീണ്ടും സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു. അതായത് 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് തുലാം രാശിക്കാർക്ക് വരാൻ പോകുന്നു ആണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ നമ്മുടെ ഈ സുഹൃത്തിൻ്റെ രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. അതേസമയം അദ്ദേഹം കർക്കിടകം ലഗ്നമാണ് ഗ്രഹനിലയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർക്കിടക രാശിയിലെ ഫലവും കൂടെ വരും. അത് അത്ര ഗുണകരമായിരുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ. എന്തായാലും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഈ ചെറിയ വ്യത്യാസത്തിൽ 1 കോടി ഒന്നാം സമ്മാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സംഭവം ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ഞാനുമായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടാം. ഞാൻ നമ്പർ പറയാം. പക്ഷേ ഫോൺ വിളിക്കരുത്. പകരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് മറുപടിയൊക്കെ താമസിക്കും. എങ്കിലും ഒരു 2-3 ദിവസമൊക്കെ ഉള്ളിൽ ഞാനതിന് മറുപടി ഇടും. പിന്നെ ഇടയ്ക്ക് പറയട്ടെ,
ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ അത് പണമായിട്ടൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. അത് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. അപ്പോൾ സംഭവം ഇതാണ്, ഉടനെയൊന്നുമല്ല എങ്കിലും 2-3 മാസത്തെ വ്യത്യാസത്തിൽ ഈ ഗ്രഹങ്ങളുടെ പുതിയ കൂടിച്ചേരലുകൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്ന് 7:46, ഇന്നെന്ന് പറയുമ്പോൾ ഞാൻ ഇടുന്നത് 28-ാം തീയതിയാണ്. ഇന്ന് ജൂലൈ 28, 7:46 മറ്റോ ചൊവ്വ മാറുന്നു. അപ്പോൾ ഈ തുലാം രാശിക്കാർക്ക് 11-ാം ഭാവത്തിലായിരുന്ന ചൊവ്വ 12-ലേക്ക് വരും, കന്നി രാശിയിലേക്ക്. അതിനുശേഷം 45 ദിവസം കഴിഞ്ഞിട്ട് തുലാം രാശിയിൽ വരും. പിന്നെ 45 ദിവസം കഴിഞ്ഞ് വൃശ്ചികം രാശിയിൽ വരും. അപ്പോൾ ഈ 135 ദിവസം നിങ്ങൾക്ക് ചൊവ്വ പ്രതികൂലമായിരിക്കുമെങ്കിലും ഡിസംബർ 16 എന്ന് പറയുന്ന തീയതി വരുമ്പോൾ ധനുമാസവും ആവുകയും ചെയ്യും. ധനുമാസം 1-ാം തീയതി അത്. അപ്പോഴത്തേക്ക് ചൊവ്വ വീണ്ടും മാറി തുലാം രാശിക്ക് അനുകൂലമായിട്ട് വരും. ഓക്കെ. അപ്പോൾ ഡിസംബർ 7-നോ മറ്റോ ആണ് ചൊവ്വ ധനുരാശിയിൽ വരുന്നതെങ്കിലും സൂര്യനും കൂടി അനുകൂലമാകുന്നത് 16-ാം തീയതി, ഡിസംബർ 16. കൂടാതെ 17, 20, 21, 22, 27, 28, 29 ഈ തീയതികളിൽ ഈ ഡിസംബർ മാസത്തിൽ 16, 17, 20, 21, 22, 27, 28, 29 തീയതികളിലും 9 ഗ്രഹങ്ങൾ വീണ്ടും അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തിന് ലോട്ടറി ഇന്ന് അടിച്ചില്ലെങ്കിലും അടിക്കാനുള്ള സാധ്യത വീണ്ടും വരികയാണ്. അതായത് തുലാം രാശിക്കാരെ അങ്ങനെ എഴുതിത്തള്ളാൻ ഒക്കില്ല തൽക്കാലം എന്തായാലും. അപ്പോൾ ഞാൻ ഡിസംബർ 16-ൻ്റെ ഗ്രഹനില ഒന്ന് എടുത്തു. അപ്പോൾ അന്നത്തെ ദിവസം ഡിസംബർ 16-ന് 2-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ലഗ്നത്തിൽ ചന്ദ്രൻ, 3-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും, പിന്നെ ബാക്കി 4 ഗ്രഹങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റമില്ലാതെ അതും അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ ഈ സൂര്യനും ചൊവ്വയുമാണ് പ്രധാനമായിട്ടും കാര്യമായിട്ട് ഇവിടെ മാറ്റം വരുന്നത്. പിന്നെ ചന്ദ്രൻ അനുകൂലമായ ദിവസങ്ങളിലും, അതായത് ശുക്രനും ബുധനും 2-ാം ഭാവത്തിൽ നിൽക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം. അതായത് 16-ാം തീയതി അല്ല, ഡിസംബർ 20-ാം തീയതി ശുക്രൻ മാറുന്നുണ്ട്. പക്ഷെ അതും അനുകൂലമായിട്ടാണ് മാറുന്നത്. പക്ഷെ ബുധനാണ് നമുക്ക് ഇവിടെ ഡിസംബർ 6 തൊട്ട് ഡിസംബർ 29 വരെ അനുകൂലമായിട്ട് 2-ാം ഭാവത്തിൽ ബുധൻ വരുന്നത്. അപ്പം ചുരുക്കത്തിൽ ആകെ മൊത്തം ടോട്ടല് 16-ാം തീയതിത്തെ ഗ്രഹനില അങ്ങനെയാണ്. 17-ാം തീയതിയും അനുകൂലം തന്നെ, ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമാണ്. 20, 21 തീയതികൾ, 20, 21, 22 തീയതികളിലും ചന്ദ്രൻ അനുകൂലമാണ്. ഈ ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണ്. പിന്നെ 27, 28, 29-ാം തീയതി വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ബുധൻ ധനുരാശിയിലേക്ക് വരും. അത് അനുകൂലമല്ല പറയും. അപ്പം ചുരുക്കത്തിൽ വീണ്ടും ഘനഗംഭീരമായ ദിവസങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിന്, ഒരു സ്ത്രീയാണ്, അവർ കോട്ടയം ഭാഗത്തുള്ളതാണ്, ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്. അവർക്ക് ഇപ്പം അതുപോലെ ഞാൻ അവരെ ജാതകം നോക്കി പറഞ്ഞു കൊടുത്തു. അവർക്ക് ഈ അല്പം കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറണമെങ്കിൽ
ഇവർക്കൊരു വസ്തു വിൽപ്പന നടക്കണം. ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് അത്. അതെന്തായാലും ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. ജൂലൈ 28 മുമ്പ് നിങ്ങൾക്ക് സംഭവം എല്ലാം ഓക്കെ ആവുമെന്ന് ഞാൻ പറഞ്ഞു. സംഭവം അതുപോലെ ഓക്കെ ആയി. ഇത് കൂടാതെ നിരവധി ഈ പറഞ്ഞ ഞാനും ഒരു തുലാം രാശിക്കാരനാണ്, എങ്കിലും കർക്കിടക ലഗ്നമാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ എനിക്ക് ആവശ്യത്തിനൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടാവണം, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുലാം രാശിക്കാരെ പ്രതീക്ഷ വിടേണ്ട 9 ഗ്രഹങ്ങളും വീണ്ടും അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. ഡിസംബർ 16, 17, 20, 21, 22, 27, 28, 29 തീയതികളിൽ വീണ്ടും തുലാം രാശിക്കാർക്ക് പ്രതീക്ഷ വെക്കാവുന്നതാണ്. പക്ഷേ ഇവിടെയും ഗ്രഹങ്ങളൊന്നും തന്നെ ഇത് സ്വക്ഷേത്രമൊന്നുമല്ല. എന്തായാലും ഇതിന് ശേഷം എന്തെങ്കിലും, അതായത് 2025 മെയ് 15 വരെ അതിനുള്ള സാധ്യതകൾ വീണ്ടും ഉണ്ട്. അതൊന്നും ഞാൻ കൂടുതൽ നോക്കിയില്ല. ഇത് തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് ഏകദേശം 135, ഇന്നേക്ക് 135 ദിവസം കഴിഞ്ഞ് 8 ദിവസം വീണ്ടും 9 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം അനുഷ്ഠിച്ച് ഈശ്വരനോട് ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും അപ്രതീക്ഷിത ധനനേട്ടങ്ങളും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും, ഈ പണം മാത്രമല്ല സമ്പത്തെന്ന് പറയുന്നത്, നിരവധി അനവധി സൗഭാഗ്യങ്ങൾ വേറെയുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് വീണ്ടും ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട്, ഇനിയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.